നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ നിൽക്കുന്നു, അത് പുറത്ത് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ നിൽക്കുന്നു. ഗവൺമെന്റിന്റെ നമ്മൾ കൊടുത്ത ടാക്സിൽ നിന്ന് കോടികൾ ചെലവാക്കി ഇത്രയും വലിയൊരു റിപ്പോർട്ട് സിനിമാ രംഗത്ത് നിന്ന് ഉണ്ടാക്കി വന്നിട്ട് അത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? ഞാൻ ഒരുപാട് അവിഹിത കഥകൾ സിനിമാ രംഗത്തുള്ളവരോട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എന്നെ കല്ലെറിയാനും നിങ്ങൾക്കൊക്കെ തിരക്ക്. ഹേമ കമ്മീഷനിലുള്ള റിപ്പോർട്ട് പുറത്തു വിട്ടാൽ നമ്മുടെ ചാനലിൽ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണെന്ന് പറയാം, സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ രഞ്ജിനി എന്താണ് ഒരു ഹർജി കൊടുത്തിരിക്കുന്നത്, ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടരുത്. പിന്നെ എന്തിനാ ഫ്രീസറിൽ വെക്കാനാണോ ഈ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? ഫ്രീസറിൽ വെച്ചിട്ടിരിക്കാനാണോ? അത് രഞ്ജിനിയുടെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് മാത്രം നമുക്ക് അറിയണ്ടോ. എന്തായാലും ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരുപാട് വമ്പന്മാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന പല സംഭവങ്ങളും അതിലുണ്ട്. അത് പുറത്തു വരുമ്പോൾ നമുക്കറിയാം. ഇപ്പം നമുക്ക് എല്ലാ ഊഹാഭവമാണ്. കോടതി എന്താ തീരുമാനിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിന് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല, അത് അതിൻ്റെ വഴിക്ക് തന്നെ വിടുക, അല്ലാണ്ട് വേറെ വഴിയില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ചാൻസ് ചോദിച്ച് വല്ല ഡയറക്ടർ എഴുതിക്കോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിക്കോ പ്രൊഡ്യൂസർ എഴുതിക്കോ പോകുന്നുണ്ടെങ്കിൽ, കിടന്നു കൊടുക്കാനായിട്ട് തയ്യാറുണ്ടെങ്കിൽ മാത്രം പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാണ്ടിരിക്കുക. നിങ്ങൾ വെറുതെ പോവുകയും ചെയ്യും, അവസാനം കിടന്നു കൊടുക്കണോടത്തൊക്കെ കിടന്നു കൊടുക്കുകയും ചെയ്യും. അവസാനം എന്തുണ്ടാവും? ആ 2, 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ ആ ആള് പീഡിപ്പിച്ചു, എന്നെ ഈ ആള് പീഡിപ്പിച്ചു, ഈ ആൾ എന്നെ വിളിച്ചു, ഈ ആൾ എന്നെ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതൊക്കെ തനി ഊളത്തരെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സിനിമാ രംഗത്തുനിന്ന് നേടി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുതലെടുപ്പിനും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനും വേണ്ടിയിട്ട് പലരെ ആൾക്കാർ, അവരൊക്കെ കുടുംബമായി ജീവിക്കുന്നവർ, അവരുടെ പേരിൽ ഇങ്ങനെ ആരോപണങ്ങൾ കൊണ്ട് കുറേ നടികൾ വരുന്നതിലും യാതൊരു ഇതുമില്ല. ഇപ്പം ഈ ഹേമ കമ്മീഷൻ്റെ ഇതിലും അതുപോലെ തന്നെ കുറേ കേസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഇപ്പോൾ നമുക്ക് പുറത്തു വരാത്ത കാര്യത്തിനോട് നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇന്നലെ ഒരു പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു പ്രൊഡ്യൂസറാണ്. അവർ ഒരുപാട് പടങ്ങളൊക്കെ ഹിറ്റായിട്ടുണ്ട്. നല്ല ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഷീലു എബ്രഹാം എന്ന് പറഞ്ഞുള്ള ഒരു നടി. ആ നടി ഇന്നലെ കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ട് എന്താണ്, പല കാര്യങ്ങളും സിനിമാ രംഗത്ത് നടക്കുന്നുണ്ട്. ഈ സിനിമാ രംഗത്ത് പലരെടുത്തും പോയി പലർക്കും കിടന്നു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ കിടന്നു കൊടുത്ത ആൾക്കാരെ പുറത്തു വന്നു നിന്നിട്ട് അവരെ കല്ലെറിയുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സിനിമാ രംഗത്തുള്ള പല സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയമായിട്ടെല്ലാം സ്വന്തമായിട്ട് ഇഷ്ടത്തിനെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അത് മുഴുവൻ ആ പാപഭാരം മുഴുവൻ ചെയ്ത ആളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്, ഇവർ സിനിമയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ആ ലേഡിയുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കയറി കാണും. അതിൽ വിശദമായിട്ടെല്ലാം ആ സ്ത്രീ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ സിനിമാ രംഗത്ത് നടക്കുന്നത്, ഈ സിനിമാ രംഗത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീകൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് സിനിമാ രംഗത്ത് അഭിനയിക്കാനോ മറ്റുള്ള രംഗത്തിലേക്ക് പല രംഗങ്ങളിലും വരാനോ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ ഷീലു എബ്രഹാമിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഇൻ്റർവ്യൂ നിങ്ങൾ കയറി കാണാം. ഞാൻ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ട് അധികം സംസാരിക്കുന്നില്ല. ഇപ്പോൾ ആ ഷീലു എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു താരം. എന്താണ്, സത്യങ്ങൾ തുറന്നു പറഞ്ഞു, സിനിമാ രംഗത്തുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇപ്പൊ സിദ്ദിഖ് ഇപ്പൊ അമ്മയുടെ വലിയ ഭാരവാഹിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സിദ്ദിഖ് തന്നെ എന്താണ്, സിദ്ദിഖ് തന്നെ ഇരട്ടത്താപ്പാ. നിങ്ങൾ നോക്കിക്കോ സിദ്ദിഖിന്റെ സ്വഭാവം. സിദ്ദിഖ് സ്വന്തം കാര്യം സിന്താബ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖ് ചെയ്യുന്നത് വളരെ ചാണക്യ ബുദ്ധിയാണ്. സിദ്ദിഖ് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ദിലീപ് നല്ല സൂപ്പർ നടനായി നിൽക്കുന്ന സമയത്ത് സിദ്ദിഖ് അന്ന് നമ്മുടെ ദിലീപിന്റെ കൂടെയാ. ദിലീപിന് എന്ന് പറഞ്ഞാൽ മൂപ്പരൊക്കെ ചങ്കാണ്, കരളാണ്. കാരണം എന്താണ്, ഇത് ചങ്കും കരളും ഒന്നല്ല ഇതിന്റെ കാരണം.
ദിലീപിൻ്റെ കൂടെ നിന്നാൽ ദിലീപ് അഭിനയിക്കുന്ന പടങ്ങളിലെല്ലാം സിദ്ദിഖിനെ അഭിനയിക്കാം. അതുപോലെ തന്നെ ദിലീപ് ചെയ്ത എല്ലാ പടങ്ങളിലും സിദ്ദിഖുണ്ട്. സിദ്ദിഖ് നല്ല നടനൊക്കെ നല്ല നടന്മാർക്ക് ക്യാരക്ടറും നല്ല അവസരങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ടൊന്നും മലയാള സിനിമയിൽ കാര്യമില്ല. മലയാള സിനിമയിൽ ബന്ധങ്ങളാണ് വേണ്ടത്. ബന്ധങ്ങളില്ലെങ്കിൽ ആ നടൻ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും വീട്ടിയിരിക്കേണ്ടി വരും. അതേപോലെ സിദ്ദിഖ് അന്ന് കട്ടയ്ക്ക് നിന്നു നമ്മുടെ ദിലീപിൻ്റെ കൂടെ. കട്ടയ്ക്ക് നിൽക്കുക തന്നെയല്ല, മൂപ്പര് ഇഷ്ടംപോലെ പടങ്ങൾ അഭിനയിക്കുകയും ചെയ്തു, ഇഷ്ടംപോലെ കാശുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ ദിലീപിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കേസ് വന്നപ്പോഴും മൂപ്പര് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്നു. അവസാനം ഗത്യന്തരം ഇല്ലാണ്ടായപ്പോൾ തള്ളിയും പറഞ്ഞു. കറിയുടെ വേപ്പന പോലെ എടുത്ത് ദിലീപിനെ തോൽക്കി പറഞ്ഞു. പിന്നെയുള്ളതാണ് മൂപ്പര് ഇപ്പോൾ വന്നത്. ഇപ്പം എന്തുണ്ടായി? ഇപ്പം നീ മോഹൻലാലിനെ ഒന്ന് സൂചിപ്പിച്ച, മോഹൻലാലിൻ്റെ കൂടെ നിന്ന, മോഹൻലാലിൻ്റെ അഭിനയിക്കുന്ന പടങ്ങളിലൊക്കെ നല്ല ക്യാരക്ടറും ചെയ്യാം, അതുപോലെ തന്നെ ഒന്ന് പേരെടുക്കാം, നമുക്ക് സമൂഹത്തിൽ വലിയ ആളാവാം. നമ്മൾ അമ്മ സംഘടനയിൽ വന്നിട്ട് നമ്മൾ ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പാവം ചെകുത്താൻ്റെ പേരിൽ കേസും കൊടുത്ത് മൂപ്പര് ആളായി. അപ്പോൾ മോഹൻലാലിന് സന്തോഷമായി. ഓ, നമ്മുടെ സഹപ്രവർത്തകൻ നമ്മൾക്ക് എന്ത് സ്നേഹ, നമ്മളെ കുറിച്ചിട്ട് നല്ല ഒരു കേസായിട്ട് കൊടുത്തല്ലോ, നമ്മുടെ ചെകുത്താനെ പിടിച്ച് അകത്തിട്ടല്ലോ. അതിപ്പോൾ വാദി പ്രതിയായിട്ടിരിക്കുക. കേസ് നേരെ തിരിഞ്ഞ് സിദ്ദിഖിൻ്റെ മേലിലും അതുപോലെ തന്നെ ആ കേസ് എടുത്ത ഉദ്യോഗസ്ഥൻ്റെ മേലിലേക്ക് വരാൻ പോണത്. അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാവരും സിനിമാ രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവർക്ക് ഈ ഫീൽഡിൽ മരിക്കുന്നവരെ അഭിനയിക്കാനുള്ള ഒരു സ്പേസ്, അതിനാരെ കുതികാല് വെട്ടിയാലും ആർക്ക് സോപ്പിട്ടാലും ആർക്കും മണിയടിച്ചാലും അവർ ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോൾ നടനായാലും കുഴപ്പമില്ല, നടിയായാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. അവരൊന്നും നമ്മൾക്ക് കാണാനേ കിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് ലൈവായിട്ട് നിന്നാൽ അവർക്ക് ഇവിടെ ഭാവിയുണ്ട്, അവർക്ക് എന്നും സിനിമയുണ്ട്. ഇപ്പോൾ സിദ്ദിഖിനെ ഇപ്പോൾ ഇറങ്ങിയുള്ള പടങ്ങളുണ്ടല്ലോ, നമ്മുടെ നുണക്കുഴി എന്ന് പറഞ്ഞുള്ളത് നല്ല നടനാണ്, നല്ല അസലായിട്ട് കോമഡി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വില്ലൻ പോയിട്ട് മൂപ്പര് കോമഡി ആർട്ടിസ്റ്റായിട്ട് മാറുമെന്ന സംശയം. നല്ലൊരു സിനിമയാണ്. നമുക്ക് പണ്ട് പ്രിയദർശൻ്റെ പടങ്ങൾ കണ്ട അതേ ഒരു ഫീലിങ്സാണ് ഇപ്പോൾ നമുക്ക് ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നല്ല കോമഡി, ത്രൂ ഔട്ട് കോമഡി, നല്ല അസൽ കോമഡിയാണ് നമ്മുടെ സിദ്ദിഖ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഴ നല്ലൊരു സിനിമയാണ്, ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് കൊടുത്ത കാശ് മുതലായി വരുന്ന സിനിമകളാണ് അതൊക്കെ നന്നായി ഓടട്ടെ. അങ്ങനെയൊക്കെ ഓടിയാലാണല്ലോ ഇപ്പോൾ മണിച്ചിത്രത്താഴ് വന്നിട്ടുണ്ട്, നല്ല കളക്ഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ പഴയ പടങ്ങളൊക്കെ ഒരുപാട് സൗണ്ടുകളൊക്കെ മാറ്റി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വീണ്ടും സിനിമയിൽ കാണുമ്പോൾ അതൊരു അനുഭവമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ സിദ്ദിഖ് ചെയ്ത കാര്യങ്ങളിൽ യാതൊരു കാരണവശാലും ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു സംഭവമാണ്, ഞാനാണ് എല്ലാ സംഭവങ്ങളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സംഭവങ്ങൾ തന്നെ, ആദ്യത്തെ ഭാര്യ മരിച്ചതാണ്. ആ മരണത്തിൽ തന്നെ ഒരുപാട് ദുരൂഹതകളിൽ നിൽക്കുന്ന ഒരു ആളാണ് ഈ നമ്മുടെ സിദ്ദിഖ്. അദ്ദേഹം തന്നെ നാട്ടിലുള്ളവരെ യൂട്യൂബേഴ്സിനൊക്കെ പിടിച്ച് ജയിലിലാക്കിയിട്ട് ഇപ്പോൾ നാട് നന്നാക്കാനായിട്ട് വൃത്തിയാക്കിയിട്ട് വലിയ ചൂലും കൊണ്ട് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാ വഷളത്തരം. അതൊക്കെ അവനാൻ്റെ സ്ഥാനം ഉറപ്പിക്കാനും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്ഥാനത്ത് തുടരാനും അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പിന്തുണ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ഉഡായിപ്പ് കേസ് കൊണ്ടാണ് ഈ ചെകുത്താൻ്റെ കേസ് കൊണ്ടുവന്നത്. ഇപ്പോൾ ചെകുത്താൻ്റെ വായ കെട്ടാനായിട്ട് സിദ്ദിഖിന് പറ്റിയ അതിനേക്കാളും വലിയ വർത്താനം ഇപ്പോൾ വന്നിരുന്നിട്ട് ചെകുത്താൻ പറയണത് സിദ്ദിഖിനെ മോഹൻലാലിനെ തേച്ച് ഒട്ടിച്ചില്ലേ, അതാണ്. അതുകൊണ്ട് 1000 കുടത്തിൻ്റെ വായ കെട്ടാം, മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല. പിന്നെ കോടതി കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കോടതി കേസൊക്കെ ഈ യൂട്യൂബേഴ്സും ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരിതുപോലെ തന്നെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം 10 കൊല്ലം 25 കൊല്ലമൊക്കെ കഴിയാൻ അതിൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനമാവാനായിട്ട്, അപ്പോഴേക്കും അത് തള്ളിയും പോകും. അപ്പോൾ അതൊക്കെയാണല്ലോ ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കോലാഹലങ്ങളാണ്. അതേപോലെ സിദ്ദിഖ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. സിദ്ദിഖ് ആദ്യം ചെയ്യേണ്ടത് ഈ സിനിമാ വ്യവസായത്തിൽ എന്തെല്ലാം നെറികേടുകൾ നടക്കുന്നു, ഓരോ ലൊക്കേഷനിലും മയക്കുമരുന്ന്, ഓരോരുത്തർ അഡ്വാൻസും പേടിച്ച് ഷൂട്ടിങ്ങിന് വരില്ല. അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ പല നടന്മാരും നടികളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമാ ഫീൽഡിൽ ഓരോ സ്ത്രീകൾക്കും വന്ന് അഭിനയിച്ച് മാന്യമായി പോകാനായിട്ടുള്ള ഒരു അവസ്ഥ പോലും ഇല്ല. അതൊക്കെ പോയി അന്വേഷിക്കുക സിദ്ദിഖ്. ഈ ഹേമ കമ്മീഷനിൽ എന്തൊക്കെയാണെന്നുള്ള അന്വേഷിക്കുമെന്ന് അതൊക്കെ ചെയ്യി. ഈ അമ്മ സംഘടന എന്തെങ്കിലുമൊക്കെ ഒരു ഇത്രയും വലിയൊരു സംഭവമൊക്കെ ഉണ്ടായി നടക്കില്ല. നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം നടക്കണം വയനാട്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഷോ വയ്ക്കുക. ഒരു ഷോ വെച്ചിട്ട് ആ ഷോയുടെ കാശ് മുഴുവൻ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ദുരിതം അനുഭവിക്കുന്ന അവിടുത്തെ
പാവം മനുഷ്യർക്ക് കൊടുക്കുക, അവർ പുതിയ ജീവിതം കെട്ടിപ്പടുക്കട്ടെ. അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് നിങ്ങളത് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യും. അല്ലാണ്ട് യൂട്യൂബേഴ്സിനെ പിടിച്ച് ജയിലിടാനായിട്ട് നോക്കാനൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ പേരെടുക്കുക. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ നടന്മാർ പേരെടുക്കേണ്ടത്. അല്ലാണ്ട് യൂട്യൂബേഴ്സ് മോഹൻലാലിനെ മാന്തിയെ ചൊറിഞ്ഞേ ഉമ്മ വയ്ക്കാൻ പോയേ എന്ന് പറഞ്ഞിട്ടൊന്നും കേസും കൊണ്ട് നടക്കല്ല എൻ്റെ സിദ്ദിഖെ. ഇനിയെങ്കിലും തലയിൽ മുടിയുമില്ല, തലയിൽ ആൾതാമസവും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള കേസും കൊണ്ട് പോവുമോ? ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.